ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡെലിവറിക്ക് ശേഷം വളരെ റെയറായിട്ടാണ് വ്ളോഗ്സൊക്കെ ചെയ്യാറ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒന്നിനും സമയം കിട്ടാറില്ല. അപ്പോൾ അതേ കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു വ്ളോഗ് ചെയ്യാണ്. ഇന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്ത് പോയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ ഔട്ടിങ്ങിന് തന്നെ ആവട്ടെ. ഡെലിവറി കഴിഞ്ഞ് ഞങ്ങളിവിടെ പൂനെയിൽ തിരിച്ചെത്തിയിട്ട് 4 മാസമായി. ഞങ്ങളിതുവരെ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് നമുക്കിവിടെ പോകാൻ പറ്റിയ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കമ്പനിക്ക് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ആകെ കൂടെ ഉണ്ടായിരുന്നൊരു ഫ്രണ്ട് ഇമയാണ്. അപ്പം അവളും എന്നെപ്പോലെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നാട്ടിലായിരുന്നു. ഇപ്പോൾ അവളിതേ കുഞ്ഞുവാവിയായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. മോൾക്കിപ്പോൾ 6 മാസമായി. അപ്പോൾ അവർ വന്നിട്ട് 1 വീക്കായി. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു മോളിലാണ്, അംനോറ മോൾ. ഇത് പൂനെയിലെ തന്നെ അത്യാവശ്യം വലിയൊരു മോളാണ്. അപ്പം ഇമയുടെ അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് അവരെന്തിനെങ്കിലും വാശി പിടിക്കുകയോ കരയോ എന്നൊക്കെയുള്ള കൺസേണാണ് നമുക്ക് ആദ്യം ഉണ്ടാകുക. അപ്പം നമ്മൾ മക്കൾക്ക് വേണ്ടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കരുതിയായിരുന്നു. ഇവിടെ മോളിലെത്തി ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. മക്കളെയൊക്കെ ഫീഡ് ചെയ്തു. പിന്നെ അതിനുശേഷം അവർ നല്ല ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും ഹാപ്പി ആൻഡ് കൂളായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം വേണ്ട കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല അഫോർഡബിൾ പ്രൈസാണ്. അതാണ് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. പിന്നെ ഇവിടെ നമുക്ക് സെൽഫ് ബില്ലിംഗ് ആൻഡ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ അവരുടെ തന്നെ സ്റ്റാഫും കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ക്യൂ നിന്ന് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് പുറത്തിറങ്ങാവുന്നതാണ്. അപ്പോൾ അതേ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പം എൻ്റെ വോയിസ് മാത്രമേ കേൾക്കുന്നുള്ളൂ, എന്നെ വീഡിയോയിലൊന്നും കാണുന്നില്ല എന്നല്ലേ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്? അല്ലെങ്കിലും ഈ വീഡിയോഗ്രാഫേഴ്സിൻ്റെ സ്ക്രീൻ പ്രസൻസ് എപ്പോഴും വളരെ കുറവായിരിക്കും. വ്ളോഗ് എന്തായാലും എൻഡ് ചെയ്യാൻ പോവാണ്. എന്നാൽ പിന്നെ ഒന്ന് മുഖം കാണിച്ചേക്കാമെന്ന് കരുതി ഏട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ഞങ്ങളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകണം. പിന്നെ അവിടുന്ന് നേരെ പാർക്കിങ്ങിലോട്ട്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി ഷോപ്പിംഗ് അല്ലെങ്കിൽ ഔട്ടിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.